നമ്മൾ ഗൈസ് കളിക്കാൻ പോണം. എന്റെ ഫേസ് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അതാണൊരു കുഴപ്പം. അച്ഛന്റെ ഫോണിലൊക്കെ ഫേസ് ഇതങ്ങനെ ഇല്ല, ടോപ്പായി പോകണം. അതങ്ങനല്ലേ ഓ സ്റ്റാർട്ടർ പാക്ക്. നമുക്ക് ഇവന്റ് കളിക്കാം. ഇത് മതി, നൈറ്റ് ഫിറ്റ് ബോൾ ഭയങ്കര oh my god, next step അതെ അതുമല്ല ക്വസ്റ്റ്യൻ. സ്കിൻ വേറെയാണ്. കണ്ട സ്കിൻ വേറെ ആയിരിക്കും. എനിക്ക് മറ്റേ കൊച്ചുളുപ്പിന്റെ പിന്നെ മറ്റേ ഇറച്ചി ഇത് വേണം. അയ്യോ ഇത് ഞാൻ ലീവ് എടുക്കാം. നമുക്ക് എന്തെങ്കിലും ചത്തിട്ട് പിന്നെ നമുക്ക് oh my god, okay വേണ്ട വാങ്ങിട്ട് വന്നത് കൊണ്ട് സ്കിൻ ഷോപ്പിൽ പോകും. സ്കിൻ അൺലോക്ക് ആണ്. സ്കിൻ എന്തായാലും മതി. നമുക്ക് 3 മിഷൻസ് സ്ഥലത്തായി നോക്കുമ്പോ ഇല്ലെങ്കിൽ പോയിട്ട് റാങ്ക് കളിക്കാൻ ഇതിന്റെ റാങ്ക് കളിച്ചെന്റെ സ്കോർ പോത്തേ ഉള്ളാൻ തോറ്റ ആണെങ്കിൽ ഫ്രീ ഫയർ പോലത്തൊരു ഗെയിമാണ്. വെടിവെക്കാൻ മാത്രം പറ്റും. അത് വേറെ ആളില്ല. അറിയില്ല നമ്മുടെ ഇത് ബാങ്കിൽ നമുക്ക് കളിക്കണ്ട. ജസ്റ്റ് നമ്മൾ ഗൈസ് ഒന്നും കൂടെ കളയാം. റിമൂവ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോവാം. ഒരു സെക്കൻഡ് ഞാൻ ഗൂഗിൾ ജിമ്മിന്റെ ചോദിക്കട്ടെ. ജിമ്മി, എനിക്ക് ഈ നല്ലോണം ഈ പരസ്യങ്ങള് വരാത്തൊരു ഗെയിം പറഞ്ഞു തരുമോ? തീർച്ചയായും. പരസ്യങ്ങൾ അത്രയധികം ശല്യം ചെയ്യാത്ത ഗെയിമുകൾ കണ്ടെത്തുക വളരെ നല്ല കാര്യമാണ്. അത്തരം ഗെയിമുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന കുറച്ച് വഴികളുണ്ട്. ചില ഗെയിമുകൾ ഒറ്റത്തവണ പണമടച്ചു വാങ്ങുന്നവയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് പരസ്യങ്ങൾ ഉണ്ടാവില്ല. മറ്റു ചിലത് സൗജന്യമാണെങ്കിലും ഗെയിമിനുള്ളിലെ പർച്ചേസുകളിലൂടെയോ ചെറിയ തുക നൽകിയോ പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഏതെങ്കിലും പ്രത്യേകതരം ഗെയിമുകളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പസിൽ ഗെയിമുകളാണോ അതോ ആക്ഷൻ ഗെയിമുകളോ? അതറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശുപാർശകൾ നൽകാൻ എനിക്ക് എളുപ്പമായിരിക്കും. ജിമ്മി, നമ്മുടെ ഫ്രീ ഫയർ പോലത്തെ ഒരു വെടിവെപ്പ് ഗെയിം ഇല്ല, അതേപോലത്തെ പരസ്യങ്ങളൊന്നും വരാത്ത ഗെയിം.
ജിമ്മി കേട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. ജിമിനി നമ്മുടെ ഈ ഫ്രീ ഫയർ ഇല്ല അതേപോലത്തെ പരസ്യങ്ങൾ വരാത്തൊരു ഗെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഫ്രീ ഫയർ പോലത്തെ ഗെയിമുകൾ, അതായത് ബാറ്റിൽ റോയൽ വിഭാഗത്തിൽ പെടുന്നവ കളിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ അല്ലെങ്കിൽ പബ്ജി മൊബൈൽ പോലുള്ളവ പരിഗണിക്കാവുന്നതാണ്. ഇവ രണ്ടും വളരെ നിലവാരം പുലർത്തുന്ന ഗെയിമുകളാണ്. കൂടാതെ പരസ്യങ്ങൾ കാര്യമായി ശല്യം ചെയ്യാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏതിലാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയണോ? എന്തെങ്കിലും ഗെയിമില് പറഞ്ഞ എന്തൊക്കെയുണ്ട് ഇപ്പം. നമുക്ക് തൽക്കാലം ഹോം ലോൺ തരാം. എന്താക്കിലോട്ട് നമുക്ക് പോയിട്ട് ഷൂട്ടിംഗ് ഗെയിംസ്. ഓക്കെ നമ്മളടിച്ചിട്ടുണ്ട്. പർച്ചേസടാ അത് വരുന്നുള്ള ഇത് നോക്കി കേസ്. ഇത് 2 GB കാറ് കേട്ടാനറിയത്. ഫ്രീ ഫയർ മാക്സ് ഒട്ടും കേട്ടത്തില്ല ഞാൻ. പരസ്യങ്ങൾ വരത്തില്ല, പക്ഷെ അക്കൗണ്ട് എടുക്കണം, അത് വേറെ കാര്യം. വേണ്ട. ഫ്രീ ഫയർ സ്നേക്ക് സർവൈവല ഇതൊന്ന് കേസ് നോക്കാം. ഫ്രീ ഫയറിലും കുറിച്ചാണ് കണ്ടിട്ട്. നമ്മളിങ്ങോട്ട് സ്ഥലത്തായിരുന്നു. അയ്യോ എനിക്ക് കളി വരുന്നു. ഒരു ഗെയിംസും ഇല്ല. ഓക്കെ പ്ലേസ്റ്റോർ ഫോട്ടോസ് പ്ലേസ്റ്റോർ ഓപ്പൺ ചെയ്ത ചേട്ടാ ഞാൻ ഫ്രീ ഫയർ പോലത്തൊരു ഗെയിം കയറ്റോടാ. എന്തോ കറക്റ്റ് ഫ്രീ ഫയറിനാണ് ഫോട്ടോ എന്ത്. അയ്യോമേ ഞാൻ ചത്ത്. ഡയമണ്ട്സ് ഒക്കെ എടുക്കാൻ പറ്റുമോ? ഒരുപാട് പരസ്യങ്ങൾ വരുന്നോടാ. പരസ്യം കൊണ്ട് നിക്കാൻ വയ്യ. കറക്റ്റ് ഫ്രീ ഫയറിന്റെ ഫോട്ടോ, കറക്റ്റ് ലോഡിംഗ് സ്ക്രീൻ കണ്ട അവന്റെ പെണ്ണ് അതേ ചെക്കൻ. കറക്റ്റ് എന്ത് പറയാനാ കേസ്. ഭയങ്കര ഒടുക്കത്തെ ആളാണ്, അത് വേറെ കാര്യം. ഇതേപോലത്തെ ഫ്രീ ഫയർ പോലത്തെ ഗെയിം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒടുക്കത്തെ ആഡ്. അതാണ് കേസം പറഞ്ഞത്. നല്ലൊരു ഗെയിം കണ്ടിട്ട് നമ്മളെ കളിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോ അത് ഭയങ്കര ഫ്രീ ഫയർ ആഡൊന്നും വരത്തില്ലല്ലോ. എന്താ ഇത് അടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കണ്ടോ നമ്മളെ. ബൈ ബൈ.